ഇന്നത്തെ വീഡിയോ റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വേവ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് റെസിൻ 3 പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാൻസ്പെറൻറ്റ് പോർഷനും, രണ്ടാമത്തെ വൈറ്റ് പോർഷനും, മൂന്നാമത്തെ നമ്മൾ ബ്ലാക്ക് ബീച്ച് ചെയ്യുന്നതുകൊണ്ട് ബ്ലാക്ക് കളറും. പിന്നെ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൽസറമാണ്. സെൽസറ യൂസ് ചെയ്യുമ്പം നല്ലൊരു വേവ്സിന് നല്ലൊരു ഭംഗി കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. അത് 2-3 ഡ്രോപ്സ് മാത്രം വൈറ്റ് പോർഷനിൽ വീഴ്ത്തിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതെല്ലാം മുകളിലേക്ക് ഒഴിക്കാം. ആദ്യം തന്നെ ട്രാൻസ്പെറൻറ്റ് പോർഷൻ മുകളിലേക്ക് ഒഴിച്ച് ആ ഭാഗത്താണ് നമ്മൾ സാൻഡും പെബിൾസും ഷെൽസും എല്ലാം ആഡ് ചെയ്യുന്നത്. അതൊക്കെ ആഡ് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് സാൻഡ് ആഡ് ചെയ്തു, പിന്നെ പെബിൾസ് ആഡ് ചെയ്യും. പിന്നെ അതിനുശേഷം ഞാൻ ഏറ്റവും അവസാനം മാത്രമാണ് ഷെൽസ് ആഡ് ചെയ്യാറ്. ചിലപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ ഷെൽസ് ആഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം ബ്ലാക്ക് കളർ വീഴ്ത്താം. ഞാൻ ഇപ്പോൾ ബ്ലാക്ക് ബീച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലാക്ക് കളർ. ബ്ലൂ ബീച്ചാണ് ചെയ്യുന്നതെങ്കിൽ ബ്ലൂ കളർ, ഏത് തീമാണോ ആ കളർ വീഴ്ത്തുക. പിന്നെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് എവിടേക്കാണോ വേവ്സ് വേണ്ടത് അവിടെ നമ്മൾ സെൽസറം വീഴ്ത്തി മിക്സാക്കി വെച്ചതിന് വൈറ്റ് പോർഷൻ വീഴ്ത്തി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പല സാധനങ്ങളും ഇൻസ്റ്റാഗ്രാമിലെ പല പേജസിലും നമുക്ക് സെല്ല് ചെയ്യുന്നുണ്ട്, അവരുടെ നിന്ന് വാങ്ങാം. പിന്നെ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പേനയുടെ നിബ്ബാണ്. അതിൽ നമ്മൾ എഴുതുന്ന ആ ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്ക് സൈഡ് വെച്ച് ഊതി കൊടുക്കുമ്പം ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊരു വേവ്സ് ഫോം ചെയ്തെടുക്കാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരം കഴിയുമ്പം അടിപൊളിയാണ്. പിന്നെ ഷെൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ വേവ്സിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.